വീടിനുള്ളിലിരിക്കുമ്പോഴാകും ആ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. ശബ്ദം കേട്ട ഉടനെ തന്നെ വീടിന് പുറത്തിറങ്ങി നേരെ ആകാശത്തോട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി നിൽക്കും. മരങ്ങളുടെ മറവ് കൊണ്ട് അതിനെ കാണാൻ സാധിക്കാതെ വന്നാൽ മറവില്ലാത്ത ഭാഗം നോക്കി ഓടും. ഈ ഓട്ടം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന, കൗതുകമുണ്ടാക്കുന്ന, ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന ഹെലികോപ്റ്റർ കാണുവാനാണ്. മഹാപ്രളയത്തിൽ കേരളം മുങ്ങിത്താണപ്പോൾ നമുക്ക് രക്ഷകരായി ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്ററുകൾ എത്തിയിരുന്നു. യുദ്ധങ്ങളിൽ മാത്രമല്ല, മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾക്ക് രക്ഷകരാകാനും ഹെലികോപ്റ്ററുകൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഹെലികോപ്റ്ററിൻ്റെ പിതാവായ ഈഗോൾ ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ ഇനി മുതൽ ഒരു വിമാനത്തിന് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് എത്തുവാനും അയാളെ രക്ഷപ്പെടുത്തുവാനും സാധിക്കും എന്ന് പറഞ്ഞത്. തൊട്ടടുത്തൊന്ന് കാണുവാനോ ഒരിക്കലെങ്കിലും ഒന്ന് അതിനുള്ളിൽ കയറുവാനോ ആഗ്രഹമില്ലാത്തവർ ഉണ്ടാവില്ല. ആദ്യത്തെ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയിട്ട് 90 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്കിന്നും ഹെലികോപ്റ്റർ ഒരു കൗതുകമാണ്. നിന്ന നിൽപ്പിൽ പറന്നുയരുവാനും എവിടെ വേണമെങ്കിലും പറന്നിറങ്ങുവാനുമുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററിൻ്റെ കഥ ഡാവിഞ്ചിയിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. 1486 തന്നെ അദ്ദേഹം ഹെലികോപ്റ്ററിൻ്റെ രൂപകൽപ്പന നടത്തിയിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1939 ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഹെലികോപ്റ്റർ VS-100 ആദ്യ പരീക്ഷണ പറക്കൽ നടക്കുന്നത്. വിമാനങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നവയാണ് ഹെലികോപ്റ്ററുകൾ. സാധാരണ യാത്രാ വിമാനങ്ങൾക്ക് മുന്നോട്ടും വശങ്ങളിലേക്കും മുകളിലേക്കും താഴേക്കും നീങ്ങാൻ സാധിക്കുമ്പോൾ ഹെലികോപ്റ്ററുകൾ പിന്നോട്ടും പറക്കുവാൻ കഴിയുന്നു. കൂടാതെ ആകാശത്ത് ഒരു ബിന്ദുവിൽ ഒരേ നിൽപ്പ് തുടരുവാനും 360 ഡിഗ്രിയിൽ വട്ടം കറങ്ങുവാനും ഹെലികോപ്റ്ററിന് സാധിക്കും. യുദ്ധത്തിൽ എന്ന പോലെ സമാധാന പദ്ധതികളിലും ഹെലികോപ്റ്ററുകൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സൈനികർക്ക് ഹെലികോപ്റ്ററിലിരുന്ന് ശത്രുനിരയിലേക്ക് വെടിവെക്കുവാൻ സാധിക്കുന്നത് പോലെ തന്നെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുവാനും കഴിയുന്നുണ്ട്. ഏത് മലയിടുക്കിലും ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലും ചെന്ന് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചെടുക്കുവാൻ ഹെലികോപ്റ്ററിന് സാധിക്കുന്നു. ഒരാൾ രക്ഷപ്പെടുവാൻ അഭ്യർത്ഥിക്കുമ്പോൾ അയാളുടെ മേൽ പുഷ്പങ്ങൾ വർഷിക്കുവാൻ മാത്രമേ സാധാരണ വിമാനങ്ങൾക്ക് സാധിക്കൂ. എന്നാൽ ഇനി മുതൽ ഒരു വിമാനത്തിന് അവിടെ എത്തിപ്പെടുവാനും അയാളെ രക്ഷിക്കുവാനും സാധിക്കും. 1945 നവംബർ 29 ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആദ്യമായി ഒരാളെ രക്ഷപ്പെടുത്തിയ ശേഷം ഹെലികോപ്റ്റർ കണ്ടുപിടിച്ച ഹെലികോപ്റ്ററിൻ്റെ പിതാവായ റഷ്യക്കാരൻ ഈഗോളായി സിസ്കോർക്കിയ പറഞ്ഞ വാക്കുകളാണിത്. ചെറുപ്പകാലത്ത് തന്നെ വിമാനങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചാണ് ഈഗോർ വളർന്നത്. വിമാനങ്ങളുടെ കാര്യത്തിൽ താൽപ്പര്യം വരാൻ പ്രധാനമായും കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛനോടൊപ്പം ജർമ്മനിയും ഫ്രാൻസും സന്ദർശിച്ച ഈഗോർ അക്കാലത്തെ വ്യോമയാന രംഗത്തെ പല പ്രശസ്തരെയും നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. എന്നാൽ ഇവർക്കൊന്നും ചിന്തിക്കുവാൻ കഴിയാത്ത ഒരാശയം നടപ്പിലാക്കിയ ആളാണ് ഈഗോർ. ഈഗോറിൻ്റെ ആശയത്തെ ആദ്യകാലങ്ങളിൽ എല്ലാവരും നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത്. മാത്രമല്ല, ഇദ്ദേഹം ഹെലികോപ്റ്ററിന് വേണ്ടി ആദ്യം നടത്തിയ എല്ലാ പരീക്ഷണങ്ങളും പരാജയമായിരുന്നു. കറങ്ങുന്ന പങ്ക ഉപയോഗിച്ച് ഹെലികോപ്റ്റർ നിർമ്മിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും ശക്തിയുള്ള എഞ്ചിൻ ഇല്ലാതിരുന്നതും പങ്കയുടെ കറക്കം നിയന്ത്രിക്കാൻ കഴിയാതെ പോയതുകൊണ്ടും ആ ശ്രമം പരാജയപ്പെട്ടു. ഇതിനുശേഷം അദ്ദേഹം സാധാരണ വിമാനങ്ങളുടെ നിർമ്മാണം തുടങ്ങി. 1912 നിർമ്മിച്ച 4 എഞ്ചിനുള്ള വിമാനമായ ദി ഗ്രാൻഡ് ലോകശ്രദ്ധ ആകർഷിച്ചു. ദി ഗ്രാൻഡിന് ശേഷം റഷ്യൻ സൈന്യത്തിനു വേണ്ടി ഈഗോർ ഇലിയ മൗറോമെൻ എന്ന വിമാനം നിർമ്മിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യൻ സേന വ്യാപകമായി ഉപയോഗിച്ച വിമാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധവും റഷ്യൻ വിപ്ലവവും നടന്ന കാലഘട്ടത്തിൽ ഈഗോറിന് ജന്മനാട് വിടേണ്ടി വന്നു. 1919 അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി. അവിടെയും ഈഗോർ വിമാനങ്ങളുടെ ഗവേഷണത്തിൽ ഏർപ്പെട്ടു. ജീവിക്കുവാൻ വേണ്ടി അദ്ദേഹം റഷ്യൻ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകനായി. റഷ്യൻ ഭാഷ പഠിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയ ചില യുവാക്കളുടെ ശ്രമഫലമായി 1923 സിക്കോർസ്കി എയ്റോ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ രൂപീകരിച്ചു. ഈ കോർപ്പറേഷൻ്റെ സഹായത്തോടെ അദ്ദേഹം വിവിധ വിമാനങ്ങൾ നിർമ്മിച്ചുവെങ്കിലും ഹെലികോപ്റ്റർ എന്ന ആശയം പൂർത്തീകരിക്കപ്പെടാതെ തന്നെ നിന്നു. 1931 അദ്ദേഹത്തിന് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് ലഭിച്ച പേറ്റൻ്റാണ് പിന്നീട് നിർണായകമായി മാറിയത്. 1939 അദ്ദേഹം നിർമ്മിച്ച ഹെലികോപ്റ്ററിന് യുണൈറ്റഡ് എയർക്രാഫ്റ്റിൻ്റെ അംഗീകാരം ലഭിച്ചു.
1939 സെപ്റ്റംബർ 14 ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഹെലികോപ്റ്റർ VS-300ൻ്റെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടന്നു. 1941 അമേരിക്കൻ സൈന്യം ഈഗോറുമായി കരാർ ഒപ്പുവെച്ചു. ഈഗോർ അമേരിക്കൻ സൈന്യത്തിന് XR-4 എന്ന ഹെലികോപ്റ്റർ നിർമ്മിച്ചു നൽകി. ഹെലികോപ്റ്ററിൻ്റെ സൈനിക മാനുഷിക ഉപയോഗങ്ങൾ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത് ഈ XR-4 എന്ന ഹെലികോപ്റ്ററായിരുന്നു. പിന്നീട് ഹെലികോപ്റ്റർ ലോകം തന്നെ കീഴടക്കി. ഇന്ന് ഹെലികോപ്റ്റർ ഉപയോഗിക്കാത്ത രാജ്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. 1984 നവംബറിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ഇന്ത്യയുടെ സ്വന്തം ഹെലികോപ്റ്ററാണ് HAL ധ്രുവ്. 1992 ധ്രുവിൻ്റെ പരീക്ഷണ പറക്കൽ നടക്കുന്നത്.